സദസ്സിന് വന്ദനം. എല്ലാവർക്കും സമാധാനം തരുന്ന ഒരു സൂത്രവാക്യം ഞാൻ പറഞ്ഞു തരട്ടെ. പ്രമുഖ ബാലസാഹിത്യകാരനായ മാല എന്ന പേരിൽ അറിയപ്പെടുന്ന പി മാധവൻ നായരുടെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന രസകരമായ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. എന്താണ് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു? നിങ്ങൾക്ക് പറയാമോ? ഈ ചോദ്യത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ 3 രാജകുമാരന്മാർക്ക് 10 വർഷം വേണ്ടി വന്നു കൂട്ടുകാരെ. പിതാവ് മരിച്ചപ്പോൾ മക്കൾ 3 പേരും കുട്ടികളായിരുന്നു. ഈ തക്കം നോക്കി അടുത്തുള്ള ശത്രു രാജാവ് രാജ്യം പിടിച്ചടക്കുകയും കുമാരന്മാരെ നാട് കടത്തുകയും ചെയ്തു. പാവം കുമാരന്മാർ വിജനമായ വഴിയിലൂടെ നടന്നു ക്ഷീണിച്ചവശരായി. കുറച്ചകലെ ഒരു വീട് കണ്ടപ്പോൾ ആശ്വാസമായവർക്ക്. കുമാരന്മാർ ആ വീട്ടിലേക്ക് നടന്നു ചെന്നു. ആ വീട്ടിൽ വൃദ്ധനായ ഒരാളും മകളുമാണ് താമസിച്ചിരുന്നത്. അവർ കുമാരന്മാരെ ഏതോച്ചിതം സൽക്കരിച്ചു. കിടന്നുറങ്ങാൻ സമ്മതവും നൽകി. പക്ഷേ അവർക്കുണ്ടോ ഉറക്കം വരുന്നു. രാജ്യം പിടിച്ചടക്കിയേ തീരൂ. ശത്രുവിന്റെ കയ്യിൽ വലിയ സൈന്യമുണ്ട്. പിന്നെ അയാളെ എങ്ങനെയാ തോൽപ്പിക്കുക? രാത്രി മുഴുവനും ചിന്തിച്ചു. മൂത്തയാൾ അഞ്ചന്മാരോട് ചോദിച്ചു, എന്ത് അഞ്ചന്മാരെ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു? ഇളയവൻ കിളവന്റെ സുന്ദരിയായ മകളെ പെടുത്തി. ഹായ്, എത്ര സുന്ദരി അവൾ! എന്ത് നല്ല സ്വഭാവം! രണ്ടാമൻ പറഞ്ഞു, ശക്തി തന്നെ, ശക്തി. ശക്തിയുള്ളത് കൊണ്ടല്ലേ ശത്രുക്കൻ തന്നെ ആട്ടിപ്പായിച്ചത്. ജ്യേഷ്ഠൻ പറഞ്ഞു, ശക്തിയല്ല, പണമാണ് ശക്തിക്ക് കാരണം. പണമില്ലാത്തൻ പിണം. തർക്കം മൂത്തു. ഇളയൻ ആലോചിക്കാതിരുന്നില്ല. പിറ്റേ ദിവസം മുഴുവൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു. 10 വർഷം ഇതേ ദിവസം ഇതേ വീട്ടിൽ വന്നു ചേരണം. അതായിരുന്നു തീരുമാനം. കാലം കടന്നുപോയി. 10 വർഷം തികയുന്ന ദിവസം അവർ അതേ വീട്ടിൽ വന്നു ചേർന്നു. കണ്ട മാത്രയിൽ തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ചു. കഷ്ടപ്പാടുകൾ എണ്ണി നിരുത്തി. ഊണില്ല, ഉറക്കമില്ല, മുറേ ജോലി ചെയ്യണം. ഇതിൽ ഞാനാണ് ഒന്നാമത്തെ പണക്കാരൻ. ജ്യേഷ്ഠൻ പറഞ്ഞു, നീയുണ്ടോ? സമ്മതിക്കുന്നു. ഒന്നും മിണ്ടാതിരടോ. എന്റെ സൈന്യങ്ങളെ നോക്കൂ, എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇതുണ്ടാക്കിയത്. എടാ മണ്ട, എന്റെ പണം നിന്റെ പട്ടാളക്കാർക്ക് കൊടുത്താൽ അവരിതിങ്ങനെ എന്റെ പിന്നാലെ വരിയായി വരും മോനെ. തർക്കം തുടങ്ങാനുള്ള മട്ടായി. അപ്പോഴേക്കും ആ വീട്ടിൽ നിന്നും ഒരു പുറത്തേക്ക് വന്നു. സാധാരണക്കാരന്റെ വേഷം. തല ഉയർത്തി പിടിച്ചിരിക്കുന്നു. നല്ല സംതൃപ്തമായ മുഖഭാവം. ചെറുപുഞ്ചോടെ നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ ജ്യേഷ്ഠന്മാർക്ക് മനസ്സിലായി, അത് നമ്മുടെ അഞ്ചൻ തന്നെ. എന്താണ് ഗതികേടാണല്ലേ ഈ കുടിലിനാളെ താമസം. നീ ഞങ്ങളെ നോക്കൂ. വേണ്ട, പണമുണ്ട്, ബുദ്ധി ശക്തിയുമുണ്ട്. കഷ്ടം, നീ മാത്രം ഇങ്ങനെ ആയിപ്പോയി. അധ്വാനിച്ചില്ലേ? എന്ത് പറ്റി? ഇത് കേട്ട് മന്ദാസത്തോടെ പറഞ്ഞു, എനിക്ക് രാജ്യം വെട്ടിപ്പിടിക്കണമെന്നും പണം സമ്പാദിക്കണമെന്നും മോഹമില്ല. അധ്വാനിച്ച് ഞാൻ നേടിയ സംതൃപ്തിയാണ്. ഇതാണ് എൻ്റെ ഭാര്യയും കുട്ടികളും. ഇവരുടെ സ്നേഹമാണ് എൻ്റെ വിലപ്പെട്ട സ്വത്ത്. പുച്ഛത്തോടെ എന്നെ നോക്കുന്ന ജ്യേഷ്ഠന്മാരെ നോക്കി അയാൾ പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ, ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു ഞാൻ ഇവിടെ കണ്ടെത്തി. സംതൃപ്തി. നിങ്ങൾ 10 വർഷം ഉണ്ണാതെ ഉറങ്ങാതെ അധ്വാനിച്ച് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി. ധനവും ശക്തിയും മാത്രം സമ്പാദിച്ചു. പടുവൃദ്ധന്മാരെ പോലെയായി നിങ്ങൾക്ക് എവിടെ ജീവിതം? നിങ്ങൾ എന്നെ നോക്കൂ. ആരോഗ്യവാനും സന്തോഷവാനും അല്ല ഞാൻ. പണം, പ്രതാപം ഇവ കൊണ്ടൊന്നും നമുക്ക് സംതൃപ്തി കിട്ടില്ല. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടണം. സുഖം ശോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു. അതെങ്ങനെ എന്നു തിരഞ്ഞു ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ. നിർത്തട്ടെ കൂട്ടുകാരെ. എന്റെ രസകരമായ കഥ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.